പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിലയണിയായി ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. ആദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായു പോകാം പാടാം മേളം, വായു പോകാം പാടാം മേളം, നന്മയുടെ സമ്മാനം നന്മയുടെ സ്വരമായുയരുക നാം, തിന്മയുടെ കളയതു കളയുക നാം. സത്യസ്വരമാം ഗാനമൊഴിയാൽ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാൻ വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. നമസ്കാരം. എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. Voice of Goodness Season 3. ഇന്നത്തെ ഈ വേദിയിൽ എത്തുന്ന ആ കുരുന്നുകൾ കുഞ്ഞുങ്ങൾ ആരൊക്കെയാണ്, പാടുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്, നമുക്ക് കാത്തിരുന്ന് നോക്കാം. ആദ്യം ബഹുമാനപ്പെട്ട നമ്മുടെ ജഡ്ജസിനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ഫാദർ പോൾ പൂവത്തിങ്കൽ അച്ഛാ, സ്വാഗതം. മനോജേട്ടാ, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. സിസ്ലി, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഗുഡ്നസ് ബാൻഡിലുള്ള എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി കാത്തിരിക്കുന്ന നമ്മുടെ ഗാനങ്ങളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് വേദിയിലേക്ക് എത്തുന്ന ആ കുട്ടി ആരാണെന്ന് നോക്കാം. റെയ്ന റോബി. വിജയപുരം രൂപതയിലെ കുറിച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയർ ഇടവകാംഗമായ റെയ്ന റോബി 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്റെ പേര് റെയ്ന റോബി. ഞാൻ കോട്ടയം ജില്ലയിൽ വാകത്താനം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. പപ്പയും അമ്മയും ചേട്ടനും അപ്പച്ചനും അമ്മച്ചിയും അടങ്ങുന്ന ഒരു കുടുംബമാണ് എന്റേത്. പാടുന്നതിൽ പപ്പയും അമ്മയാണ് എന്നെ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത്. മോള് കുട്ടിക്കാലം തൊട്ട് തന്നെ കൂടുതൽ പാട്ടുകൾ കേൾക്കുകയും പാട്ട് പാടുവാനൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ചെറുപ്പം മുതൽ ഗായികയായ അമ്മയുടെ ശിക്ഷണത്തിലാണ് റെയ്ന സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. സംസ്ഥാന ബൈബിൾ കലോത്സവത്തിലെ ലളിതഗാനത്തിന് 3rd A ഗ്രേഡും സ്റ്റീമലിന്റെ സംസ്ഥാന കലോത്സവത്തില് A ഗ്രേഡും ലഭിച്ചത് വലിയ സന്തോഷമായിട്ടും അഭിമാനമായിട്ടും ഞങ്ങൾക്ക് തോന്നുന്നു. 3 വർഷമായി ഇത്തിത്താനം പ്രേം GK ഫാസിസാറിന്റെ കീഴിൽ സംഗീതം അഭ്യസിക്കുന്ന റെയ്ന നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാട്ടിന്റെ ലോകത്തെ ഈ കൊച്ചു കലാകാരിക്ക് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹലോ, ഹായ്, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഏത് പാട്ടാ മോൾ ഇപ്പൊ പാടാൻ പോണത്? മരിയൻ റൗണ്ടില് മഞ്ഞുകാറ്റ് പോലെ. ഓക്കെ, മാതാവിന്റെ പാട്ടാണ് പാടാൻ പോകുന്നത്. ഇഷ്ടമാണോ മാതാവിന്റെ പാട്ട് പാടാൻ? ഇഷ്ടമാ. ഒരുപാട് പാട്ടുകൾ അറിയായിരിക്കുമല്ലോ അല്ലേ? അറിയാം. ശരി, അപ്പോ ഇപ്പൊ മോള് പഠിച്ചു വന്നിരിക്കുന്ന ആ ഒരു പാട്ട് ഏകദേശം ഒരു 10 മാസത്തോളമായിട്ട് മോളത് പഠിക്കുന്നുണ്ടാവും, പാടുന്നുണ്ടാവും. ഇന്നാണ് ഇത്രയും മന്ത്സ് മോള് പ്രാക്ടീസ് ചെയ്തതിന്റെ ഫൈനൽ, ദ ബെസ്റ്റ് ആയിട്ട് ഇന്ന് കൊടുക്കണം. അതിലൂടെയാണ് മോളുടെ ഇനി അങ്ങോട്ടുള്ള, ഇവിടെ നല്ല രീതിയിൽ പാടിയാൽ ഒരുപാട് മാർക്ക് കിട്ടും. പിന്നെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് വരാം, ഒരുപാട് സമ്മാനങ്ങളും കൊണ്ടുപോവാം. റെഡിയാണല്ലോ? റെഡി. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Voice of Goodness Season 3. Voice of Goodness Season 3.
കാറ്റുപോലെ ഇന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷഗാഥൻ മനദീപമാകാൻ മനസ്സാകണേ. സുരലോക സൂര്യൻ സുവിശേഷഗാഥൻ മനദീപമാകാൻ മനസ്സാകണേ. ഓ മഞ്ഞുകാറ്റുപോലെ ഇന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. പൊന്നുഷസ് വന്നാൽ മിഴി നീർത്തി നിൽക്കും ശോഭയുള്ള ഷാരോൺ പൂവ് നീയല്ലേ. ഒലിവിൻ്റെ ചില്ല ചുണ്ടിലേറി നിൽക്കും ശോഭയുള്ള ശാലോ പ്രാവ് നീയല്ലേ. വാഗ്ദത്ത കൂടാരം നീയല്ലോ മാതാവേ. ദാവീദിൻ പ്രാകാരം നീ തന്നെ കന്യാമ്പേ. സ്വർഗമിന്നു തന്ന ദാനം നീ. ഓ മഞ്ഞുകാറ്റുപോലെ ഇന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. എൻ മനസ്സു നീറും കുരിശിന്റെ വഴിയിൽ വീശി നിന്ന സ്നേഹ കാറ്റു നീയല്ലേ. സഹനമുത്തുകൊണ്ട് മാല ചാർത്തി നിന്ന ശുദ്ധിയുള്ള സീയോൻ പുത്രി നീയല്ലേ. റൂഹാതൻ മണവാട്ടി നീയല്ലോ മാതാവേ. സ്ലീവാതൻ സഹചാരി നീ തന്നെ കന്യാമ്പേ. മോക്ഷവാതിലായ കന്യ നീ. ഓ മഞ്ഞുകാറ്റുപോലെ ഇന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷഗാഥൻ മനദീപമാകാൻ മനസ്സാകണേ. ഓ റൈനക്കുട്ടി, എന്തോ എന്താ തോന്നുന്നേ പാടിക്കഴിഞ്ഞപ്പോ? എവിടെയൊക്കെ തെറ്റുണ്ടായിരുന്നു. എന്നാലും ആണോ? എനിക്ക് തെറ്റിച്ചോ? ഇല്ലില്ല, തെറ്റിച്ചില്ല. എന്നാലും ആ, നമുക്ക് ഒന്നും കൂടെ പാടിയാലോ? ഒന്നും കൂടെ ടേക്ക് എടുത്ത് പാടാൻ ചാൻസ് ചോദിച്ചാലോ? കൊള്ളായിരുന്നു അല്ലേ? പക്ഷെ നടക്കില്ലല്ലോ, ഇത് മത്സരമല്ലേ. ഇത് പാടിക്കഴിഞ്ഞു. തെറ്റ് പറ്റിയോ? മോൾക്ക് തോന്നുന്നുണ്ട് തെറ്റിയെന്നല്ലേ? ചെറുതായിട്ട്. ആണോ? അതെന്താ പറ്റി? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടല്ലേ വന്നേ? പ്രാക്ടീസ് ചെയ്തു. പക്ഷേ ഇതൊക്കെ വന്നപ്പോ ഒരു ടെൻഷനായോ? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു പൊളച്ചാ? റീനമോൾ നന്നായി പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. പാട്ട് പഠിക്കണ്ടല്ലേ? എത്ര നാളായിട്ട്? 3 വർഷമായിട്ട്. 3 വർഷമായിട്ട്. നല്ല ശബ്ദമാണ്. മോൾക്ക് നല്ല ടാലന്റ് ഉണ്ട്. ട്രെയിനിങ് കുറച്ചും കൂടി ശക്തിയാക്കണം എന്നൊരു തോന്നലുണ്ട്. പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം കുറച്ചും കൂടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച്
ശുദ്ധിയുള്ള സിയോൺ എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ടല്ലോ, അങ്ങനെ പല പല ശോഭയുള്ള ശാലവും അവിടേക്ക് സ്ട്രെസ് ചെയ്യണം അക്ഷരങ്ങൾ, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി വരികയുള്ളൂ. ഈ പിച്ച് ഇതിൽ കുറച്ച് താഴ്ന്നിട്ടാണല്ലോ പാട്ടിന് നല്ലൊരു ശതമാനം താഴത്തെ പിച്ചിലാണ് കിടക്കണേ. കുറച്ചുകൂടി പിച്ച് കൂട്ടി നമ്മൾക്ക് പാടാൻ പറ്റില്ലേ കുറച്ചുകൂടി നന്നായിട്ട്? എങ്ങനെയത് കുറച്ചതാണോ? ഒരു കട്ട കൂട്ടി നോക്കിയുള്ള വോയിസ് അനുസരിച്ച് ഒന്ന് ചിലപ്പോ നമ്മൾക്ക് അങ്ങനെ ഒന്ന് പാടാൻ പറ്റുമോ? ഒന്ന് പാടി നോക്കാൻ പറ്റുമോ? മഞ്ഞുകാറ്റുപോലെ ശ്രുതി നന്നായി കേട്ടിട്ട് തുടങ്ങണം. നമ്മുടെ വലിയ മഹാഗായകനുള്ള യേശുദാസ് ദാസേട്ടുണ്ടല്ലോ, എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. ഒരൊറ്റ കച്ചേരി സാപ്പാസ പാടാണ്ട് തുടങ്ങില്ല. എത്രയോ പാട്ടുകൾ പാടിയിരിക്കുന്നു, പക്ഷെ സാപ്പാസ പാടിയതിനു ശേഷം കച്ചേരി ആരംഭിക്കുള്ളൂ. അപ്പോൾ ശ്രുതി ഭയങ്കര പ്രധാനപ്പെട്ട ശ്രുതി മാറ്റുമ്പോൾ അപ്പം ശ്രദ്ധിക്കണം, നമ്മൾ നന്നായിട്ട് കേൾക്കണം. റെഡി? മഞ്ഞുകാറ്റുപോലെ ഇന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. മഞ്ഞുകാറ്റുപോലെ ഇന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷക നല്ല നല്ല ശബ്ദം, നന്നായിട്ട് റേഞ്ച് ഇങ്ങനെ കൂടി നിൽക്കുകയാണ് കേൾക്കുമ്പോൾ. നല്ല ക്ലാരിറ്റി, നല്ല ഡെപ്ത് വോയിസിന്. അപ്പം നമ്മൾ നമ്മുടെ ശബ്ദത്തിനനുസരിച്ച് പിച്ച് കുറേയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇത് ഒറിജിനൽ പിച്ച് ആയതുകൊണ്ട് നമ്മൾ സാധാരണ അതിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുള്ളൂ. പക്ഷേ പിച്ച് കൂട്ടി കഴിഞ്ഞാൽ വ്യത്യാസം കണ്ടു. പിന്നെ മോള് സ്ലോ സിംഗിങ്, ഇവിടെ മനോജ് മാഷൊക്കെ പലരോടും മുമ്പ് പറയാറുണ്ട്, സ്ലോ സിംഗിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. മഞ്ഞു കാറ്റു അങ്ങനെ പാടി വയ്ക്കേ. ഓരോ ഫ്രേസ് തമ്മിൽ കണക്ഷൻ ഉണ്ട്. മഞ്ഞു കാറ്റു പോലെ, ഇനി അത് ശരിക്ക് ട്യൂണിൽ പാടി. മഞ്ഞുകാറ്റുപോലെ, അമ്മ ഒന്നും കൂടി. മഞ്ഞുകാറ്റുപോലെ. അങ്ങനെ ഓരോ ഫ്രേസും സ്ലോയില് പാടുകയാണെങ്കിൽ നമ്മുടെ ശ്രുതി കുറെ കൂടി ശുദ്ധമായിട്ട് വരും. നമ്മൾ അങ്ങനെ ഒരു പാട്ടെടുത്ത് അങ്ങനെ പഠിക്കാൻ ഒരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് പാട്ടും നമുക്കതുപോലെ പിന്നെ വഴങ്ങും. അപ്പോൾ എപ്പോഴും സ്ലോ സ്പീഡിൽ പാടി നോക്കണം. അപ്പോൾ നമ്മൾ ശ്രുതി ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. ശ്രുതി അലൈൻമെന്റ് എന്ന് പറയും. ഓരോ സിലബിൾ തമ്മിലുള്ള യോജിപ്പ് മനോഹരമാവും. ഓക്കെ, നല്ല ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. സിസ്ലി? റീന, എന്തോ നല്ല ക്യൂട്ടായിരുന്നു. ഈ പാട്ട് പറയുന്ന പോലെ തന്നെ ഒരു മഞ്ഞ് കാറ്റ് ഫീലാണ് നമുക്കുണ്ട്. ഒരു കൂൾ ബ്രീസ് പോലെ ഫീൽ ചെയ്തു മോള് പാടിയപ്പോ കേട്ടോ. മോളുടെ ആ ഒരു ഇന്നസെൻസും ആ ക്യൂട്ട്നെസ്സും എല്ലാം കൂടി വന്നപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗാണ് നമുക്കും കിട്ടിയത്. സോ ഇത് മാതാവിൻ്റെ ഒരു പാട്ടാണ്. മാതാവിൻ്റെ ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് ഇവർ ഈ പാട്ടിൽ പറയുന്നു. നമ്മുടെ ലുത്തീനിയയിൽ നമ്മൾ മാതാവിനെ കുറിച്ച് പറയുന്ന പോലെ വാഗ്ദത്ത കൂടാരം, ശാലോം പ്രാവ്, മഞ്ഞുകാറ്റ് പോലെ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മാതാവിന് ഒരുപാട് അഡ്ജക്റ്റീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഓരോ വരികളിലും അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കേൾക്കാനായിട്ട്. പിന്നെ മോൾക്കുള്ളൊരു സജഷൻ എന്ന് പറയുന്നത്, എങ്ങനെയുണ്ട് നമ്മുടെ ഈ ചുറ്റും ഇരിക്കുന്ന അങ്കിളുമാരെങ്ങനെയുണ്ട്? നന്നായിട്ട് വായിക്കുന്നുണ്ട് കേട്ടോ, കൊച്ചു പറഞ്ഞു. അതെ, അപ്പം ഇവരുടെ നമുക്കിപ്പോൾ ഒരു പാട്ട് മോൾക്ക് ഇവിടെ പഠിച്ച് പാടിയാൽ മതി അല്ലേ? അത് മോള് കുറേ നാള് പ്രാക്ടീസ് ചെയ്താണ് പാടിയിരിക്കുന്നത്. ഈ അങ്കിളുമാർ ഇവരെല്ലാവരും പാടുന്ന പാട്ടുകളെല്ലാം പഠിച്ചുകൊണ്ടാണ് വരുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നമ്മുടെ പാട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് അവരിതെല്ലാം പഠിച്ചുകൊണ്ട്. അപ്പം നമ്മളിനി വീട്ടിൽ പോയാലും ഇവരിരുന്ന് പ്രാക്ടീസ് ചെയ്യും പോയിട്ട്. അപ്പം അത്രയും ഹാർഡ് വർക്ക് എടുത്താണ് ഇവർ വരുന്നത്. അപ്പം നമ്മൾക്ക് എന്താ പറയുക,
പറയാം, നമ്മളെപ്പോഴും പാടുമ്പോൾ പാടി വരുന്ന ഓരോ സ്റ്റേജിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മ്യൂസീഷ്യൻസ് ആണ് ശരിക്കും നമ്മളുടെ പാട്ടിനെ ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്യുന്നത്. ഇവർ പറഞ്ഞു തരും നമുക്ക് വേണ്ട ഒരു അഡ്വൈസസ് ഒക്കെ. നമുക്കിപ്പോൾ നമ്മൾ കോൺസേർട്ടിലോ ഷോയ്ക്കോ ഗാനമേളയ്ക്കോ റെക്കോർഡിങ്ങിനോ ഒക്കെ പോകുമ്പോൾ ഇവർ മോളെ അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ഇച്ചിരി ഇങ്ങനെ ഒന്ന് പാടി നോക്കൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂ, വാക്കുകൾ കുറച്ച് നന്നായി. ഇവരുടെ ഒരു അഡ്വൈസ് ഭയങ്കര പ്രഷ്യസ് ആണ്. അപ്പോൾ മോള് പാടുന്നതിന് മുമ്പാണെങ്കിലും പ്രിൻസ് അങ്കിളിൻ്റെ അടുത്ത് ചോദിക്കാം, ഇങ്ങനെയൊക്കെ പാടിയാൽ മതിയോ, എന്തെങ്കിലുമൊക്കെ കറക്ഷൻ ചെയ്യണോ, ഞാൻ പിച്ച് കൂട്ടണോ, അങ്ങനെ വളരെ ഫ്രീ ആവാം. ഇവര് പാവ അങ്കിളുമാരാണ് എല്ലാവരും. അപ്പോൾ മോൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്ത് തരും. അതിനാണ് അവരവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബി ഫ്രീ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നന്നായിട്ട് ഇനിയും പാടാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. മനോജ് ചേട്ടാ. റൈനക്കുട്ടി, എന്തോ റൈനക്കുട്ടി രമ്യ ചേച്ചി ഒരു കാര്യം ചോദിച്ചില്ലേ, പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? ചെറുതായിട്ട് എവിടെയൊക്കെയോ ചെറുതായിട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? എന്താ തോന്നുന്നേ പാടി കഴിഞ്ഞപ്പോ? എവിടെയൊക്കെയോ തെറ്റുണ്ടായിരുന്നു. എന്നാലും ആണോ? എനിക്ക് തോന്നുന്നു ഇല്ല തെറ്റിച്ചില്ല. എന്നാലും ഈ ഒരു തിരിച്ചറിവാണ് ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായികയെ വീണ്ടും ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾ പാടിയത് നമുക്ക് മിസ്റ്റേക്സ് അറിയുക എന്നുള്ളത് ഒരു പ്രോഗ്രസിൻ്റെ ലക്ഷണമാണ്. അത് മോൾക്കുണ്ട്. അതിന് നല്ലൊരു കൈയടി കേട്ടോ. റിയൽ അപ്രീഷിയേറ്റ് ദാറ്റ്, ആ ഒരു സ്പിരിറ്റ്. പിന്നെ അച്ഛൻ അതുപോലെ സിസിലി ഇവരൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മോളുടെ ശബ്ദം നല്ല ശബ്ദമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചില ഫ്രേസസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. സുവിശേഷ കാതൽ, പല്ലവിയിലുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എടുക്കാൻ പറ്റി. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നൊരു കാര്യം അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു, ശ്രുതി ലേശം കുറഞ്ഞോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വാഗ്ദത്ത കൂടാരം നീയല്ല അവിടെ എത്തുമ്പോൾ യു ആർ സ്ട്രഗിളിങ് ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞതിൽ വല്ലാതെ ലോല് പോയൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, കുറച്ചുകൂടെ പിച്ച് കൂട്ടിയിരുന്നെങ്കിൽ ഈ കൊച്ചിന് നന്നായിട്ട് പാടാമായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇത് ഏത് സ്കെയിലാണ് പാടുന്നത്? ഡി. അപ്പോൾ ഈ ഫ്ലാറ്റിലൊന്ന് ആ പോർഷൻ മാത്രം ഒന്ന് പാടിയേക്കാവോ? ലേശം പിച്ച് കൂട്ടിയിട്ട്. പൊന്നുഷസ് വന്നാൽ മിഴി നീർത്തി നിൽക്കും ശോഭയുള്ള ഷാരോ പൂവ് നീയല്ലേ, ഒലിവിൻ്റെ ചില്ല ചുണ്ടിലേറി നിൽക്കും ശോഭയുള്ള ശാലോ പ്രാവ് നീയല്ലേ, വാഗ്ദത്ത കൂടാരം നീയല്ലോ മാതാവേ, ദാവീദിൻ പ്രാകാരം നീ തന്നെ കന്യാമ്പേ, സ്വർഗമിന്നു തന്ന ദാനം നീ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കണ്ടപ്പോൾ ഒരു പിച്ച് ലേശം കൂട്ടിയപ്പോൾ കുറച്ചുകൂടെ പ്രസൻസ് ഒക്കെ വന്നു, വോയിസിന് കുറച്ചുകൂടെ ശക്തി പ്രാപിച്ചു. മോളുടെ വോയിസിനുള്ള ഒരു പ്രത്യേകത അത് തന്നെയാണ്, നല്ലൊരു പഞ്ചുള്ള വോയിസാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഡൈനാമിക്സ് ഒക്കെ നന്നായിട്ട് വരും. ഇങ്ങനെ ചെറിയ നോട്ട്സുകളൊക്കെ ഇങ്ങനെ പോയി ഒരു നല്ല ഒരു ഗ്രാഫിലാണ് അത് വരിക. അപ്പം അതിന് നല്ല കഴിവുണ്ട്. പിന്നെ ഈ ശ്രുതിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ശ്രുതി ഇടയ്ക്കിടയ്ക്ക് ഒരു ഷാർപ്പായി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. മ്യൂസിക് പഠിക്കുന്നുണ്ടല്ലോ, അത് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ദിവസവും ചെയ്യാറുണ്ടോ? ദിവസമില്ല, ഇടയ്ക്ക്. അത് പറ്റത്തില്ല, ദിവസവും ചെയ്യണം. അത്രയും ദൈവം ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നാൽ നമ്മളത് നമ്മുടെ ഡ്യൂട്ടിയാണ് അതിന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്, അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് വരിക? പ്രാക്ടീസിൽ അല്ലേ? ഇനി 10ാം ക്ലാസ്സിലാണ് പോകുന്നത്. എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഒരു സംശയമാണ് ഒരു കാലഘട്ടത്തിൽ, പാട്ട് നിർത്തണോ അതെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ, പഠിത്തത്തെ അഫക്റ്റ് ചെയ്യോ? നന്നായി പഠിക്കുമോ മോള്? അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. അതുപോലെ അത്യാവശ്യം നന്നായിട്ട് പാട്ടും പാടണം. പക്ഷെ 10ാം ക്ലാസ് ആണെന്ന് വിചാരിച്ച് സംഗീതം നിർത്തരുത്, അത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അവൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള കഴിവുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു. സന്തോഷായോ? സന്തോഷം. പാട്ട് പാടി കഴിഞ്ഞപ്പം നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ജഡ്ജസിന്റെ കമന്റ്സ് കേട്ട് കഴിഞ്ഞപ്പം കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയി അല്ലേ? ഇനി മാർക്ക് കേട്ട് കഴിയുമ്പോ എന്തായിരിക്കും അറിയില്ല. വീണ്ടും സന്തോഷാണോ, വീണ്ടും പേടി വരുമോ, സങ്കടം വരുമോ? അറിയത്തില്ല, നോക്കാം. പൊളച്ച റീന നന്നായി പാടിയതുകൊണ്ടും ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. 7.5. താങ്ക് യു. ഓക്കെ, 7.5 on 10. മനോജേട്ടാ? ഞാൻ അച്ഛൻ പറഞ്ഞ അതേ വാക്കുകൾ കടമെടുത്തുകൊണ്ട് അതേ മാർക്ക് 7.5. താങ്ക് യു. ഓക്കെ, 15 മാർക്സ് ആയി. സിസ്ലി അങ്ങനെ തന്നെ കണ്ടിന്യൂഷൻ, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇങ്ങനെ മോൾക്ക് ലഭിച്ചിരിക്കുന്നത് 22.5 മാർക്സ് ആണ് 30-ല്. സന്തോഷായി ശരിക്കും അല്ലേ? പാട്ട് പാടി കഴിഞ്ഞപ്പോ ശരിക്കും റൈന ഒന്ന് പേടിച്ചു, തെറ്റിച്ചല്ലോ, എനിക്ക് മാർക്ക് കുറയില്ലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആള് ഹാപ്പിയാണ്. അപ്പൊ മോള് ഇനി പറഞ്ഞോളൂ നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്ത്, അവരും കൂടെ വിചാരിച്ചാൽ മോൾക്ക് ഇനി ഒരു 2 മാർക്സും കൂടെ കിട്ടും. എല്ലാവരും എൻ്റെ വീഡിയോ എടുത്ത് കാണണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഓക്കെ മോളെ, അപ്പൊ നമുക്ക് കാണാം കേട്ടോ. ശരി. ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ ഗാനം നമുക്ക് ഇനി കേൾക്കാം. ആഷിൻ തോമസ്. പാലക്കാട് ജില്ലയിൽ ഇരുമ്പകച്ചോല സ്വദേശിയായ ആഷിൻ തോമസ് ചെറുപ്പം മുതൽ തന്നെ സംഗീത ലോകത്ത് നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു കൊച്ചു പ്രതിഭയാണ്. എന്റെ പേര് ആഷിൻ തോമസ്. ഞാൻ പാലക്കാട് ജില്ലയിൽ ഇരുമ്പകച്ചോലയിൽ നിന്ന് വരുന്നു. ഇതെന്റെ പപ്പ തോമസ്. പപ്പ ഒരു കീബോർഡിസ്റ്റും ഗായകനുമാണ്. ഇതെന്റെ അമ്മ സിജി. അമ്മ പാട്ട് പാടും. ഇതെന്റെ ചേട്ടൻ എനോഷിൻ. 5 വർഷം ചേട്ടൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. എന്നെ പാട്ട് പഠിക്കാൻ സഹായിക്കുന്നത് ചേട്ടനാണ്. ഗായകനായ ചേട്ടന്റെ പാത പിന്തുടർന്ന് 1 വർഷത്തോളമായി ആഷിൻ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു വരുന്നു. പള്ളിക്കൊയറിൽ സജീവമായ ആഷിൻ സ്കൂൾ തലങ്ങളിലും CML സംഘടനയിലുമെല്ലാം നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ഈ കൊച്ചു പ്രതിഭയ്ക്ക് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അശ്വിൻ വളരെ കൂളായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വളരെ കൂളാണോ ആള്? ചെറുതായിട്ടേ ഉള്ളോ? പക്ഷെ ആള് വന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വളരെ കൂൾ ആറ്റിറ്റ്യൂഡ് കൂടിയിട്ടാണ് ഇങ്ങോട്ട് സ്റ്റേജിലേക്കൊക്കെ കയറി വന്നത്. ടെൻഷനൊന്നും എനിക്കില്ല, ഞാൻ നന്നായിട്ട് പാടും എന്നുള്ള രീതിയില്. ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണോ പാടാൻ പോണേ? അതെ. ഓക്കെ. മോന്റെ വീട്ടിലാരൊക്കെയുണ്ട്? പപ്പയുണ്ട്, ചേട്ടനും ഉണ്ട്, അമ്മയുണ്ട്. ഓക്കെ. ഇവരെല്ലാരും പാട്ട് പാടുവോ? എല്ലാവർക്കും പാട്ട് പാടാനും ഇഷ്ടമാണ്, കേൾക്കാനും ഇഷ്ടമാണ്. അതെ. അതിൽ ഏറ്റവും നന്നായിട്ട് പാടുന്നത് ആരാ വീട്ടില്? ചേട്ടൻ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ +1 കേറി. അപ്പൊ ചേട്ടന് മത്സരിക്കാൻ വരണ്ടായിരുന്നോ? താല്പര്യം ഉണ്ടായിരുന്നില്ല? വൈകിപ്പോയി, ഒരു സെമിനാരിൽ പോയതുകൊണ്ട് വൈകിപ്പോയി. ആണോ? മോന് ഇതുപോലത്തെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? സ്കൂളിലൊക്കെ ആണെങ്കിലും? സ്കൂളിലുണ്ട്, മത്സരങ്ങളിൽ പോവായിരുന്നു. ഓക്കെ. സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോ ചേട്ടൻ ആണ് വീട്ടിലെ ഏറ്റവും നന്നായിട്ട് പാടുന്ന ആള്. പക്ഷെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ വന്നു കഴിയുമ്പോൾ മോനും പാട്ടിൽ നന്നായിട്ട് അങ്ങ് തിളങ്ങും. അങ്ങനെ നമുക്ക് വീട്ടിൽ കോമ്പറ്റീഷൻ വെക്കുമ്പോൾ ചേട്ടനെ നമുക്ക് തോപ്പിക്കണം. അവിടെ മോനായിരിക്കണം നല്ലതായിട്ട് പാട്ട് പാടുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ജഡ്ജസ് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മോനും നല്ല രീതിയിൽ പാടാൻ പറ്റും. ഓക്കെ. അപ്പോ ഇന്നത്തെ ഈ ഒരു രണ്ടാമത്തെ പാട്ടിലേക്കാണ് ഞങ്ങൾ പോണത്. എല്ലാവരും കാത്തിരിക്കാണ് മോന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട്. നന്നായിട്ട് പാടണം. പാട്ടിന് ശേഷം കാണാം.
നന്നായിട്ട് പാടിയല്ലേ? മോന് വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്നും പാടാൻ പറ്റിയോ? ചെറുതായിട്ട് അത്യാവശ്യം. അത്യാവശ്യം ചെറുതായിട്ട് ഏതെങ്കിലും ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തേ. അത്യാവശ്യം. ശരി, പൊളിച്ച എങ്ങനെ ഉണ്ടായിരുന്നു മോന്റെ പാട്ട്? ആഷിൻ നന്നായി പാടി. ആഷിൻ പാട്ട് പഠിക്കുന്ന ആളാണോ? അതെ, ശാസ്ത്രസംഗീതം മണിസാറിന്റെ അടുത്ത് പഠിച്ചു. പാലക്കാട് MP മണി. അതിനുശേഷം ഇപ്പൊ ഗോപൻ സാറിന്റെ അടുത്ത് കർണാട്ടിക് മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഗോപൻ സാർ പള്ളിക്കുറിപ്പ്. ഓക്കേ, വെരി ഗുഡ്. ഈ പാട്ട് എത്ര നാളായി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ട്? ഓഡിഷൻ കഴിഞ്ഞ് സെലക്ട് ചെയ്തപ്പോ മുതൽ പാടി തുടങ്ങിയത്. ഇന്നങ്ങനെ തൊണ്ടയ്ക്ക് വല്ല ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിരുന്നോ? ഇപ്പൊ പാടുമ്പോ ചെറുതായിട്ടൊരു കഫം പോലെ ഉണ്ടായിരുന്നു. കഫം വരുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അല്ലേ? ചെറുതായിട്ട്. ബോഡി സപ്പോർട്ട് കിട്ടാത്ത പോലെ. ആൾക്ക് പാടാൻ താല്പര്യമുണ്ട്, ആള് നല്ല പുഞ്ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ബോഡി സപ്പോർട്ട് വേണ്ട പോലെ കിട്ടുന്നില്ലായിരുന്നു അല്ലേ? സാറിലെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോ, ചില സമയത്തൊക്കെ. പേടിയുണ്ടായിരുന്നോ? കുറച്ച് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു അല്ലേ? ഏതായാലും ഇനിയുള്ള അവസരങ്ങളൊക്കെ നന്നായി പാടാൻ പറ്റട്ടെ. ഓക്കെ, നല്ല ആശംസകള്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. സിസ്ലി. അശ്വിൻ, എന്തോ? യു ആർ എ സ്മാർട്ട് ബോയ്. താങ്ക് യു. എനിക്കറിയാന്നല്ലേ? മോൻ നല്ല സ്റ്റേജ് പ്രസൻസ് ഉണ്ട് മോന്. സ്റ്റേജിൽ നിന്ന് ആ പെർഫോം ചെയ്തൊക്കെ പാടുമ്പോൾ ആ ഒരു ഓളം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ റിയലി നൈസ്. മോൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഓർക്കുകയാണ് എന്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് മോന് കിട്ടിയിരിക്കുന്നതെന്ന്. ബിക്കോസ് ചേച്ചി ഇതേപോലെ ചേച്ചിയുടെ ഫാദർ ഇങ്ങനെ ഒരു, എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ പാടാൻ തന്നെ പേടിയായിരുന്നു. ഏറ്റവും ഇഷ്ടം വീട്ടിൽ ബാത്റൂമിൻ്റെ പാടാനായിരുന്നു. എന്നുവെച്ചാൽ അവിടെ നല്ല എക്കോയും ഒക്കെ കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ ആരും കാണത്തുമില്ല, നല്ല സൗകര്യമായിട്ട് പാടായിരുന്നു. പക്ഷെ ആൾക്കാരുടെ മുമ്പിൽ പാടാനായിരുന്നു ഭയം. അപ്പം ഇങ്ങനെ പാടാൻ കൊണ്ട് നിർത്തിയപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ ചേച്ചി കരഞ്ഞ് വിളിച്ച് മോൻ്റെ പ്രായത്തിൽ ഇറങ്ങിപ്പോയി, പാടിയില്ല. അപ്പം ആ ഒരു ഞാൻ ആലോചിക്കും, ആ ജനറേഷനൊക്കെ കഴിഞ്ഞ് ഈ ജനറേഷനിൽ വരുമ്പോൾ എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് നിന്ന് പാടുന്നത്. വെരി ഗുഡ് കേട്ടോ, ഗുഡ് ബോയ്. മോനപ്പം ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി വരുമ്പം വോയിസ് ഒക്കെ ഒന്ന് മെച്ചുവറായി വരുമ്പം മോൻ നല്ലൊരു സിംഗിങ്ങിലേക്ക് വരും. അപ്പം ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നമുക്ക് കാണാം. ഒരു ഫസ്റ്റ് സ്റ്റേജ് അല്ല, ഒരു ബിഗിനിങ് സ്റ്റേജാണ്. അപ്പം അതിൽ തന്നെ എത്രയും കോൺഫിഡൻസോടുകൂടി പാടി കുറേയൊക്കെ കറക്ഷൻസ് മോൻ്റെ പാട്ടിലും സിംഗിങ്ങിലൊക്കെ വരാനുണ്ട്. സ്പെഷ്യലി ആ യേശുവിൻ്റെ കൂടെയുണ്ട് അങ്ങനെയല്ലേ, അപ്പം ആ വാക്കുകളൊന്നും വ്യക്തമായിട്ട് അച്ഛൻ പറഞ്ഞ പോലെ ബോഡി എന്തോ ഒരു സപ്പോർട്ട് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നി. തൊണ്ട ഇച്ചിരി ഓവറായിട്ട് യൂസ് ചെയ്തോ, സ്ക്രാച്ച് വന്നോലെയോ എന്തൊക്കെയോ ഒരു ഡിഫിക്കൽട്ടി തോന്നി. മോൻ ഒത്തിരി പ്രാക്ടീസ് ചെയ്തു? ഇല്ല, അത്രയ്ക്കില്ല, ചെറുതായിട്ട്. ഓക്കെ, എന്തോ ഒരു വോയിസ് ട്രെയിൻ ഫീൽ ചെയ്തു, സപ്പോർട്ട് ചെയ്യാത്ത പോലെ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ നന്നായിട്ട് പാടാൻ കഴിയട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജ് ചേട്ടാ. അശ്വിൻ, എന്തോ? എനിക്ക് അശ്വിൻ്റെ ആ ഒരു കോസ്റ്റ്യൂമും അതുപോലെ ആ സ്റ്റേജിൻ്റെ ഒരു പ്രസൻസ് ഒക്കെ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. യു ആർ ലുക്കിംഗ് കൂൾ മാൻ. അതുപോലെ എൻജോയ് ചെയ്തിട്ട് പാടാൻ സാധിച്ചു. ഈ പ്രായത്തിൽ സിസിലൊക്കെ പറഞ്ഞു പോലെ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസിൽ പങ്കെടുക്കുക എന്നുള്ള തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ മോൻ ആ ശ്രുതിയിലൊക്കെ നല്ല ഒരുവിധം പാടാൻ ഒത്തിരി ശ്രമിച്ചു. ഓക്കെ, പിന്നെ എനിക്കൊരു പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം, ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങളുടെ ആ ഒരു സ്റ്റഡിനെസ്. അത് വളരെ ലൂസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ സോങ്, മനസ്സിലായോ? അപ്പം അത് നമ്മൾ പാടുന്നില്ലെങ്കിൽ തന്നെ അത് പറഞ്ഞ് അക്ഷരങ്ങൾ നമ്മൾ ഉറപ്പിച്ച് വേണം, സ്ട്രോങ് ആയിട്ട് വേണം പറയാനായിട്ട്. അങ്ങനെ പറഞ്ഞാലാണ് നമ്മൾ പാടുമ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു ക്ലാരിറ്റി മോൻ ശ്രദ്ധിക്കണം. പിന്നെ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ചില ദിവസം അത് പറ്റത്തില്ല, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ശ്രുതിയിൽ ചില സ്ഥലത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പ്രായവും എന്താ പറയുക, ഈ ഒരു ധൈര്യമുണ്ട്. നീഡ് മോർ ഗട്ട്സ് ടു കം ആൻഡ് സിങ് സച്ച് എ സോങ് അല്ലേ? അത് ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ പാടാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ധൈര്യവും കോൺഫിഡൻസും ഒക്കെ ഇനിയും ഉണ്ടാവട്ടെ. പാട്ടുകൾ നന്നായി പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഈ അക്ഷരങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. കമന്റ്സ് കേട്ട് കഴിഞ്ഞപ്പോഴും ഓൾ ദ മോർ കൂളായി അല്ലേ? ഇനി മാർക്കും കൂടെ കേട്ട് കഴിയുമ്പോഴോ സന്തോഷമായിരിക്കും. ആയിരിക്കണം. നോക്കാം. മനോജേട്ടാ, എത്ര മാർക്കാണ് നമ്മുടെ അശ്വിൻകുട്ടന് കൊടുക്കുന്നത്? നമ്മുടെ അശ്വിൻകുട്ടനെ 6 മാർക്സ്. താങ്ക് യു. 6 on 10 ആണ് മോന് ലഭിച്ചിരിക്കുന്നത്. അച്ഛാ, അശ്വിൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ കൂടുതലുള്ള കുട്ടികൾ കൂടിയായതുകൊണ്ട് 6. താങ്ക് യു. 6. സിസ്ലി 6 മാർക്സ്. 6 മാർക്സ് again. അപ്പം അശ്വിന് ഫസ്റ്റ് റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത് 18 മാർക്സ് ആണ് 30-ല്. മോൻ ഇനി നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോന് 2 മാർക്സും കൂടെ ഗ്രേസ് മാർക്ക് ആയിട്ട് കിട്ടും. അപ്പൊ മോന് 20 മാർക്സ് ആവും. അത് മോൻ ഇപ്പൊ ചെയ്തോളൂ. എന്റെ പാട്ട് കേട്ട് നിങ്ങൾ എല്ലാവരും ഫുള്ളായി കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയാണെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം അല്ലേ? ശരി അശ്വിൻ, നമുക്ക് കാണാം കേട്ടോ. ഈ എപ്പിസോഡിലെ അവസാനത്തെ ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കേൾക്കാം, നമുക്ക് ആ കുട്ടീനെ ക്ഷണിക്കാം. സേറ എലിസബത്ത്. സംഗീതത്തെ ഏറെ സ്നേഹിക്കുന്ന സേറ എലിസബത്ത് ആലുവ സ്വദേശിനിയാണ്. എൻ്റെ പേര് സേറ എലിസബത്ത്. ഞാൻ ആലുവ UC കോളേജിനടുത്ത് മറിയപ്പടി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കാരുകുന്ന് സെന്റ് ജോസഫ് ചർച്ച് ഇടവകയിലെ അംഗമാണ് ഞാൻ. ആലുവ ജ്യോതി നിവാസ് പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ്സിലേക്കാണ് ഞാനിനി. എൻ്റെ വീട്ടില് പപ്പ, അമ്മ, പിന്നെ എനിക്കൊരു അനിയനും കൂടെ ഉണ്ട്. കാരക്കുന്ന് സെന്റ് ജോസഫ് പള്ളി കൊയറിലെ ഒരു സജീവ അംഗമാണ് സേറ എലിസബത്ത്. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം പ്രോത്സാഹനത്താൽ 6 വയസ്സു മുതൽ സേറ സംഗീതം പഠിക്കുന്നുണ്ട്. കാരുകുന്ന് സെന്റ് ജോസഫ് ഇടവകയ്ക്ക് അഭിമാനമാകട്ടെ. നിന്റെ കഴിവുകൾ ദൈവം നൽകിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അതിന്റെ പെർഫെക്റ്റിൽ ഉപയോഗിക്കാനായിട്ടുള്ള എല്ലാ കഴിവുകളും അനുഗ്രഹങ്ങളും. എൻ്റെ പാട്ട് എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ എന്നെ സപ്പോർട്ടും ചെയ്യണം. താങ്ക് യു. സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ കൊച്ചു കലാപ്രതിഭയെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ പ്രറ്റി ഗേൾ, എന്താ പേര്? സേറ. എവിടുന്ന് വരുന്നു സേറ? ആലുവ. ഓക്കെ, എന്ത് ചെയ്യുന്നു? 8th. ഓക്കെ. സേറ ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ഒരാളാണോ? തരത്തിലുള്ള റിയാലിറ്റി ഷോ അല്ല, ഒരു തരത്തിലുള്ള മ്യൂസിക് കോമ്പറ്റീഷനും പോയിട്ടില്ല? കോമ്പറ്റീഷന് പോയിട്ടുണ്ട്. ഇങ്ങനെ റിയാലിറ്റി ഷോ പോയിട്ടില്ല. പക്ഷെ മോള് റിയാലിറ്റി ഷോസ് കണ്ടിട്ടുണ്ട് ടിവിയില്. അത് കാണുമ്പോഴൊക്കെ ഓരോ കുട്ടികളെയും കാണുമ്പോ ഞാൻ സേറേനെ തന്നെ അവിടെ പ്ലേസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാനും ഇതുപോലെ പോയി പാടിയിരുന്നെങ്കിൽ ഇടയ്ക്കൊക്കെ ഉണ്ട്. അപ്പൊ മിററിലേക്ക് അതേപോലെയൊക്കെ നോക്കി പാടിയൊക്കെ നോക്കിയിട്ടും ഉണ്ടാവണം അല്ലേ? അപ്പോ അങ്ങനെ ഡ്രീം ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട് അല്ലേ? ഫൈനലി ദൈവം പ്രാർത്ഥന കേട്ടു. ഇങ്ങനെ ഒരു മനോഹരമായ ഒരു വേദി സേറയ്ക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു ചാൻസ് വന്നപ്പോഴത്തേക്ക് സേറ അതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ട് കേട്ട് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്തു. ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോ. എല്ലാവരുടെയും പാട്ടൊക്കെ കാണുന്നുണ്ടല്ലേ, കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ അല്ലേ? അപ്പൊ അതിൽ നിന്നുമൊക്കെ അവരുടെ ഓരോ മിസ്റ്റേക്സിൽ നിന്നും ചിലപ്പോൾ അതേ മിസ്റ്റേക്ക് മോൾക്കുണ്ടാവാം, ചിലപ്പോൾ അതുണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ മിസ്റ്റേക്കുകൾ കാണുമ്പോൾ അതൊക്കെ മനസ്സിലാക്കി മോൾ അതൊക്കെ കറക്ഷൻ ചെയ്താണ് ഇന്ന് വന്നിരിക്കുന്നത്. ശരി, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മെലഡി റൗണ്ടാണ്, ആരോരും അറിയാത്ത. ഓക്കെ, അപ്പോൾ സേറക്കുട്ടിയുടെ ഫസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സീസൺ 3യിലെ സേറയുടെ ഫസ്റ്റ് അപ്പിയറൻസ്. നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആ
സ്നേഹമേ സ്നേഹമേ ആരോരും അറിയാത്ത പാഴ്മുളം തണ്ടാമിൻ്റെ പുല്ലാങ്കുഴലാക്കി മാറ്റിയ സ്നേഹമേ സ്നേഹമേ ഞാനൊന്നു പാടിയിടട്ടെ നിൻ ദിവ്യശ്രുതിയിൽ നാഥാ നിൻ നാമം ഉരുവിടട്ടെ നാഥാ നാഥാ നീ എന്നെ മുറിച്ചപ്പോൾ ഞാനൊന്നു പിടഞ്ഞു പോയി തേങ്ങി തേങ്ങി കരഞ്ഞു പോയി നീ എന്നെ മുറിച്ചപ്പോൾ ഞാനൊന്നു പിടഞ്ഞു പോയി തേങ്ങി തേങ്ങി കരഞ്ഞു പോയി ആരറിഞ്ഞു ഈ പാഴ്മുളം തണ്ടിൻ്റെ ആരറിഞ്ഞു ഈ പാഴ്മുളം തണ്ടിൻ്റെ തേനൂറും രാഗവിലോലഗീതം നീ തന്ന ഈണവും നീ തന്ന നാദവും നീ തന്ന ഈണവും നീ തന്ന നാദവും ജീവന്റെ ജീവനായി കാത്തുകൊള്ളാം ആരോരും അറിയാത്ത പാഴ്മുളം തണ്ടാമിന്നെ പുല്ലാങ്കുഴലാക്കി മാറ്റിയ സ്നേഹമേ സ്നേഹമേ നിന്റെ സ്പർശനങ്ങൾ ജീവന്റെ പുളകമായി ആത്മാവിൽ ജീവന്റെ ഉറവയായി നിന്റെ സ്പർശനങ്ങൾ ജീവന്റെ പുളകമായി ആത്മാവിൽ ജീവന്റെ ഉറവയായി ഞാനറിഞ്ഞു ഈ കഥനങ്ങളൊക്കെയും ഞാനറിഞ്ഞു ഈ കഥനങ്ങളൊക്കെയും തേനൂറും ഓർമ്മകളാകുമെന്ന് നീ തന്ന സഹനവും നീ തന്ന ത്യാഗവും നീ തന്ന സഹനവും നീ തന്ന ത്യാഗവും ജീവന്റെ താളമായി കാത്തുകൊള്ളാം ആരോരും അറിയാത്ത പാഴ്മുളം തണ്ടാമിന്നെ പുല്ലാങ്കുഴലാക്കി മാറ്റിയ സ്നേഹമേ സ്നേഹമേ ഞാനൊന്നു പാടിയിടട്ടെ നിൻ ദിവ്യശ്രുതിയിൽ നാഥാ നിൻ നാമം ഉരുവിടട്ടെ നാഥാ നാഥാ
കുട്ടി, അങ്ങനെ ഒരു മെലഡി ഗാനം നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു. എന്തൊരു സന്തോഷാണ് മുഖത്തും നോക്കിക്കാൻ. നല്ലൊരു ശരിക്കും സാറ്റിസ്ഫൈഡ് ആണോ പാടി കഴിഞ്ഞപ്പോ? സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ വലിയ സാറ്റിസ്ഫൈഡ് അല്ല, കുറച്ച് സാറ്റിസ്ഫൈഡ് ആണ്. ആണോ? ഓക്കെ, നമുക്ക് നോക്കാം. സിസ്ലി, സേറ എന്തോ എസ് ആണോ സെഡ് ആണോ? എസ് ആണ്. ഓക്കെ, സേറ എലിസബത്ത് അല്ലേ? അതെ. മോളുടെ കോസ്റ്റ്യൂം നല്ല രസമുണ്ട് കാണാൻ. നല്ല കളറ് മോൾക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്റ്റേജ് പ്രസൻസ് ഉണ്ടായിരുന്നു. മോൾ എവിടുന്നാ വരുന്നത്? ആലുവ. സോ മോൾക്ക് എന്തുകൊണ്ടാണ് ഈ പാട്ട് നേരത്തെ അറിയാവുന്ന സോങ് ആണോ അത് കോമ്പറ്റീഷന് വേണ്ടി ചൂസ് ചെയ്ത പാട്ടാണോ? നേരത്തെ പാടിയിട്ടുണ്ട്. ഓക്കെ. പള്ളിയിലൊക്കെ പാടുന്നതാണോ മോള്? പള്ളിയിൽ പാടുന്നുണ്ട്. ഓക്കെ. എനിക്ക് തോന്നിയ മോളുടെ പ്ലസ് പോയിന്റ്സ് പറയാനാണെങ്കിൽ നല്ല വോയിസ് ആണ്, നല്ല ടെക്സ്ചറുള്ള വോയിസ് ആണ്. ഹൈ ഒക്കെ പാടുമ്പം നല്ല ത്രോ ഉള്ള വോയിസ് ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്ക് തോന്നിയത് ഇപ്പൊ നമ്മളങ്ങ് കാല് വെച്ചതേ അല്ലേ ഉള്ളൂ വോയിസ് ഓഫ് ഗുഡ്നെസ്സിലേക്ക് അല്ലേ? ഇപ്പൊ ഒരു ഇൻട്രോയ്ക്ക് ഇത് കുറച്ച് ഹെവി ആയി പോയോ എന്നൊരു സംശയമുണ്ട്. ഇച്ചിരിയും കൂടി ഒരു മെലോഡിക് ആയിട്ടുള്ള മെലഡി റൗണ്ട് ആണല്ലോ. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു സോങ് എടുക്കാമായിരുന്നു എന്ന് എനിക്കൊരു സജഷൻ ഉണ്ട്. പക്ഷെ മോൾക്ക് ഈ പാട്ട് കുറച്ച് ഹെവി ആണെങ്കിലും നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. മോള് നന്നായിട്ട് ശ്രമിച്ചു. ബിക്കോസ് ഇത് അത്ര ഈസി ആയിട്ട് പാടാവുന്ന ഒരുപാട് പ്ലാൻസ് ഒക്കെ വരുന്ന പാട്ട്. ഇങ്ങനെ ശ്വാസം എടുക്കാനും ഒക്കെ അങ്ങനെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഒരുപാട് പ്ലാൻസും ഈ രാഗത്തിൻ്റെതായ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ജേർണീസും ഒക്കെ ഈ പാട്ടിൽ കാണിക്കുന്നുണ്ട്. അപ്പം അത് നമുക്കൊരു പ്രൊഫഷണൽ സിംഗറൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അങ്ങനെ അത്രയും ഫലിപ്പിക്കാൻ പറ്റും. ഒറ്റ ടേക്കിന് നമ്മൾ സ്റ്റേജിൽ നിന്ന് പാടുകയല്ലേ. ഇപ്പം റെക്കോർഡിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം അതുപോലെ അല്ല, നമ്മൾ ഒറ്റ രീതിയിൽ സ്റ്റേജിൽ പാടും. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. നമ്മൾക്ക് ആ ധൈര്യം കിട്ടിയല്ലോ അങ്ങനെ പ്രസന്റ് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ പോലെ നീ തന്ന സഹനവും അവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്ലാൻസ് വരുമ്പം കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്കൊരു സ്ട്രഗിൾ ഫീൽ ചെയ്തു. അപ്പോൾ കുറച്ചും കൂടി ഒരു ഈസി സോങ് എടുക്കായിരുന്നു ഒരു ഫസ്റ്റ് റൗണ്ട്. ഇത് വേണമെങ്കിൽ ഇനി വരുന്ന റൗണ്ട്സിലൊക്കെ വേണമെങ്കിൽ മോൾക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പം മോള് കുറച്ചും കൂടിയൊക്കെ ഒരു കൺട്രോള് കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അല്ലേ, അതുകൊണ്ടാണ് ഒരു സജഷൻ പറഞ്ഞത് കേട്ടോ. അതർവൈസ് യു സാങ് ബ്യൂട്ടിഫുള്ളി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പൊളിച്ച സേറ നന്നായി പാടി. എക്സലന്റ് സിംഗിങ്. പ്രത്യേകിച്ച് ആലാപ് വളരെ ഇമ്പ്രസീവായിരുന്നു. എളുപ്പമല്ല, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പീസാണത്. പാട്ട് മൊത്തത്തിൽ ഹൈലി ചലഞ്ചിങ് ആണ്. നല്ലൊരു പ്രൊഫഷണൽ സിംഗറുടെ ഒരു സ്റ്റൈലുണ്ട്. നിങ്ങൾ ഇത്രയും ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ പാടാൻ പറ്റണം എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അത് വലിയൊരു അത്ഭുതമായിട്ട് കാണുകയാണ്. ഈ ചെറുപ്രായത്തിൽ ഇത്രയും എലാബറേറ്റഡ് ഒക്കെ പാടാനുള്ള ഒരു കഴിവ് ദൈവം തന്നതിൽ നന്ദി പറയുക, സന്തോഷിക്കുക. പിന്നെ ക്ലാരിറ്റി, കുറേ സ്ഥലങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു, കുറച്ച് സ്ഥലങ്ങളിൽ ക്ലാരിറ്റി കുറവുണ്ട്. പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലേക്ക് വോയിസ് പോകുമ്പോൾ നല്ല ബ്രൈറ്റാണ്, നല്ല സുഖമുണ്ട് കേൾക്കാനായിട്ട് ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ. പക്ഷെ ലോ റേഞ്ചിലേക്ക് വരുമ്പോൾ അതിൻ്റെ ശക്തി വല്ലാണ്ട്, പ്രത്യേകിച്ച് പല്ലവിയിൽ തന്നെയുണ്ട് ആ ഭാഗം, സ്നേഹമേ എന്നൊക്കെ പറയുമ്പോൾ വല്ലാണ്ട് താഴേക്ക് പോകണം. താഴേക്ക് പോകുമ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കുറവുള്ള പോലെ എനിക്ക് തോന്നി. അത് ആദ്യം ഉണ്ടായിരുന്ന കേൾവി സുഖത്തിൽ നിന്ന് കുറച്ച് കുറയ്ക്കുന്ന പോലെ. അപ്പോൾ അവിടെ പ്രാക്ടീസിലൊക്കെ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. എവിടെയാ പഠിക്കുന്നത്? ടീച്ചർ വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. എത്ര കാലമായിട്ട് പഠിക്കുന്നുണ്ട്? ഈ ടീച്ചർ വന്നിട്ട് 3 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ എന്തായാലും സേറയ്ക്ക് യു ഹാവ് എ ലോങ് ഇയേഴ്സ് ടു ഗോ. അപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പം അതുകൊണ്ട് മുന്നോട്ടുള്ള വഴി ഇനി ധാരാളം ശക്തമായിട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. മനോജേട്ടാ, സേറ, എന്തോ സേറയുടെ ആ ഒരു സ്റ്റേജ് പ്രസൻസും ഉടുപ്പൊക്കെ സിസ്ലി പറഞ്ഞ പോലെ നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാനായിട്ട്. പിന്നെ അതുപോലെ വളരെ ലയിച്ച് പാടുന്ന പോലെ എനിക്ക് തോന്നി. ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ് ഫോർ ദാറ്റ്. താങ്ക് യു. പിന്നെ പാട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ പാട്ട് ഞാൻ
നോക്കിയിടത്തോളം ഇവരെല്ലാം പറഞ്ഞ പോലെ ഭയങ്കര ടഫായിട്ടുള്ളൊരു സോങ്ങാണ്. ഇതാരാണ് സെലക്ട് ചെയ്ത് തന്നത്? പപ്പയാണ്. പപ്പയാണോ? ഓക്കെ. പപ്പ പാട്ട് പാടുമോ? ആ പാട്ട് പാടും. അമ്മയോ? അമ്മ ചെറുതായിട്ട് പാട്ട് പാടും. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ മോള് 3 വർഷമായില്ലേ കർണാട്ടിക് പഠിക്കുന്നു? 3 വർഷമായി. ഓക്കെ ഓക്കെ. അത് ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. അതാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇടവിട്ട ദിവസങ്ങളിൽ അതൊക്കെ ഒന്ന് മാറ്റി ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തണം. മോള് പാടിയിട്ടുള്ള ഒരുപാട് ഫീൽ ഉണ്ടായിരുന്നു മോള് പാടുമ്പോൾ. പിന്നെ അതുപോലെ ഒരുപാട് എക്സ്പ്രഷൻസും ഡൈനാമിക്സും ഒക്കെ ഇവർ ട്രൈങ് ടു അറ്റംപ്റ്റ് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചില പ്ലാൻസൊക്കെ ഈ ഓരോ വരികളിലും എനിക്ക് തോന്നുന്നൊരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്ലാൻസ് ഉണ്ട്. അതൊക്കെ അങ്ങനെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സോങ് എടുക്കുക എന്ന് തന്നെ പറഞ്ഞ വലിയൊരു കാര്യമാണ്. ബട്ട് യു ട്രൈ ടു അറ്റംപ്റ്റ് ദാറ്റ്. ഓക്കെ. പ്രത്യേകിച്ച് ആ പല്ലവിയിലൊക്കെ ഞാനൊന്ന് പാടിയിടട്ടെ നിന്തി വിശ്രുതിയിൽ നാഥ ഉരുവിടട്ടെ. ആ ഉരുവിടട്ടെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു അതിൻ്റെ ഒരു സഞ്ചാരം ഒക്കെ രസമായിരുന്നു. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഒരുപാട് പ്ലാൻസ് വരുന്നൊരു സമയത്ത് ഞാൻ പല കുട്ടികളടുത്തും പറയാറുള്ള പോലെ ഈ പ്ലാൻസ് ആണെങ്കിൽ തന്നെയും അത് സ്ലോയിൽ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ സഞ്ചാര ദിശ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറേ കൂടെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ പറ്റും. ഇപ്പോൾ ഈ തുടക്കത്തിൽ ഇതൊന്ന് പാടാവോ? ആരോരും അറിയാതെ ജസ്റ്റ് ഒന്ന് ഒരു ശ്രുതിയിട്ട്. ആരോരും അറിയാത്ത പാഴ്മുളം തണ്ടാമിന്നെ പുല്ലാങ്കുഴലാക്കി മാറ്റിയ സ്നേഹമേ. കണ്ടോ, ഒത്തിരി ഓരോ വാക്കുകളിലും ഉണ്ട് അല്ലേ പ്ലാൻസ് ഒക്കെ ഇങ്ങനെ പറന്ന് കളിക്കുകയാണ്. അപ്പം അതൊക്കെ ജസ്റ്റ് അതൊന്നും മാത്രം ഒന്ന് ആരോരും അറിയാത്ത ഒന്ന് മാത്രം ഒന്ന് പാടി. ആരോ അപ്പൊ അത് സ്ലോയിലൊന്ന് പാടാം. ലാലാല ലാലാല. അല്ല ഞാൻ പറയുന്നത് അതിലുള്ള പ്ലാൻസ് തന്നെ ഒന്ന് സ്ലോ കുറേ കൂടെ സ്ലോയിൽ പാടാവോ? ഇങ്ങനത്തെ പാട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരുപാട് സംഗതികൾ വരുമ്പോൾ അത് വളരെ സ്ലോയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടുമ്പോൾ ആ ശ്രുതി എല്ലാ നോട്ടുകളും കൃത്യമായിട്ടുള്ള സ്വരസ്ഥാനത്ത് ടച്ച് ചെയ്യും. ഓക്കെ. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഒരുപാട് എന്താ പറയുക, യു ഹാവ് എ ലോങ് വേ ടു ഗോ. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. യെസ് സേറ, ഹാപ്പി? ഹാപ്പി. യെസ്. ഇനി മാർക്കും കൂടെ കേട്ടാ മതിയല്ലോ അല്ലേ? അതെ. പോളച്ച എത്ര മാർക്കാണ് സേറയ്ക്ക് നൽകുന്നത്? സേറയ്ക്ക് നല്ല ഭാവിയുള്ളത് കൊണ്ട് 8 മാർക്ക്. താങ്ക് യു. 8 on 10. മനോജേട്ടാ സേറയ്ക്ക് എത്ര മാർക്ക് വേണം? 8 മതിയോ? ചോദിച്ചതല്ലേ, അപ്പോഴെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു 9 അല്ലെ 9.5 ചോദിച്ചൂടെ? എന്നാ 9.5. ആ വേണ്ട, ഞാൻ ചോദിച്ചിട്ടാണ്. വേണ്ട, അത് എനിക്ക് തന്നാ മതി, ഈ കുട്ടിക്ക് വേണ്ട. മോൾ ഇനി കൂടുതലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പാടാനായിട്ട് ശ്രമിക്കണം. ഒരു ട്രെയിനിങ് കുറച്ചുകൂടെ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഒരു ട്രെയിനിങ് കൂടെ കിട്ടിയാൽ വളരെ നന്നായിട്ട് പാടാൻ സാധിക്കും. ഓക്കെ. പിന്നെ 9.5 അത് രമ്യ ചേച്ചിക്ക് കൊടുക്കണോ? കുറച്ച് പറഞ്ഞ പോലെ അത് ഞാനാ ചോദിച്ചത്. ആണല്ലേ? ഓക്കെ. അപ്പൊ ഒരു പണി ചെയ്യാം. നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഞാൻ 9.5 തന്നിട്ടുണ്ട്. ഇനി അത് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ രമ്യ ചേച്ചിക്ക് 1.5 മാർക്കുള്ളൂ. മോൾക്കാണ് ബാക്കിയുള്ള മാർക്ക് മുഴുവൻ. അപ്പൊ 8 മാർക്സ്. 8 മാർക്സ്. താങ്ക് യു. സിസ്ലി
ഇതിലും വളച്ചൊടിച്ച് എങ്ങനെയാ പറയാ? അതെ. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. മോളുടെ ടാലന്റിന് വേണ്ടി 8 മാർക്സ്. താങ്ക് യു. ഓക്കെ, അപ്പം 24 മാർക്സ് ആണ് 30-ല് ഈ ഒരു ഫസ്റ്റ് റൗണ്ടില് സേറയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി മോൾക്ക് 1 മാർക്ക് അല്ലെങ്കിൽ ഒരു 2 മാർക്സും കൂടെ എക്സ്ട്രാ ഗ്രേസ് മാർക്ക് ഉണ്ട്. അത് ചോദിച്ചോളൂ. എൻ്റെ പാട്ട് എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഓക്കെ സേറ, അപ്പം വീട്ടിലുള്ള എല്ലാരും ഉണ്ടല്ലോ, അച്ഛൻ, അമ്മ, ബ്രദർ എല്ലാരും വന്നിട്ടുണ്ട്. ശരി, അപ്പോ ഓടിച്ചെല്ലോ അവരുടെ അടുത്തേക്ക്. നമുക്ക് വീണ്ടും കാണാം. Okay. അങ്ങനെ 3 പാട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ പ്രോഗ്രാമും ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു അല്ലേ? നമുക്ക് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും കാണാം. അപ്പോ ബൈ. ജീവിതത്തിൽ വന്നു വസിച്ചേടുകിൽ മോളുടെ പാട്ട് മോള് നന്നായിട്ട് പാടി, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ടെൻഷൻ ഉള്ളിലുണ്ടെങ്കിലും നമുക്കതൊന്നും ഫീൽ ചെയ്തില്ല മോള് പാടുമ്പം. സ്വർഗം തുറന്നീശോ മണ്ണിൽ വന്ന സുദിനം. നല്ല ശബ്ദമാണ്. പിന്നെ ഈ ഒരു സമയത്ത് ശബ്ദം മാറുന്നൊരു സമയത്ത് ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? പാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എത്ര നാളായി? തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ പാട്ട് കേൾക്കുകയും മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം.